മുമ്പ് ഉള്ള അമ്മയുണ്ട്. മറ്റേ ആക്ടറുടെ മൂന്നാമത്തെ നാലാമത്തെ കണ്ട് കല്യാണം കഴിഞ്ഞല്ലോ. എന്താല്ലേ അവനൊക്കെ എത്രയാണേ ആള് ഓരോന്നെ കെട്ടുക, പറഞ്ഞു വിടുക, പിന്നെയും കെട്ടുക, പറഞ്ഞു വിടുക. ഇപ്പോഴും കെട്ടിയിട്ടുണ്ട്, അതും പറഞ്ഞു വിടും. പിന്നില്ല അല്ല ഇങ്ങനെയൊക്കെ സമൂഹം നശിച്ചുപോയി. ഇവ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. കേരളത്തിന്റെ പോക്ക് അല്ലേ? കേരളം ഇത് എങ്ങോട്ടേക്ക് പോകുന്നു? ഇങ്ങനെ പോയാൽ എന്തോ MDMA, കൊലപാതകം, അതൊക്കെ പണ്ട് എന്തൊരു നല്ലതാണല്ലേ. നല്ലൊരു പട്ടിണിയും ദാരിദ്ര്യവും കുമ്പിള് കുത്തി കഞ്ഞിയും. ഓ എന്താന്ന് കാലം. ആ കുഴിക്കകത്ത് കഞ്ഞി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. തോർത്തും നേരിയതും മുണ്ടും നേരിയതും ഊരിയതും എല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ഒരു കാലം. ഇപ്പം പിള്ളേർ MDMA അടിച്ച് കഞ്ചാവ്, എല്ലാം കഞ്ചാവാ, മൊത്തം കഞ്ചാവാ. അവിടെ മരൊക്കെ കഞ്ചാവാ. ഇതേ പോണു. ഞാൻ ആ ജോർജിൻ്റെ ഇറക്കണ പോണത്. എന്ത് ഫോണാണ്ട് ചോട്ടില്ല, ഒരു കയ്യിൽ ഫോൺ. കഞ്ചാവാ. കോളേജിലാ പഠിക്കണം. പഠിച്ചിട്ടെന്താ കാര്യം? ക്ലാസ്സിൽ കയറത്തില്ലടോ. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഞ്ചാവ് അടിച്ച് സിനിമയും കണ്ട് നടക്കുക. പോയില്ലേ മറ്റോളില്ലേ ഗൾഫിലുള്ള ഭാര്യ അടിച്ചോണ്ട് പോയി. അവളാ പോയത്. അവളെ പുതിയ കൂടെ കറക്കത്തില്ല. നല്ലതാ. ഓക്കെ. സത്യന്റെ കാര്യമൊന്നും പറയാതിരിക്കാതെ. സത്യന്റെ ഇളയ മോളുണ്ടല്ലോ, സത്യന്റെ ഇളയോള്, ഇവള് കോയമ്പത്തൂരെ പഠിക്കണം, എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ വിട്ടേക്കണേ. എൻ്റെ പൊന്ന് മച്ചാനൊന്നും പറയാൻ. അവളാണെങ്കിൽ അവിടെ ഫുൾ MDMA കഞ്ചാവും അഴിഞ്ഞാട്ടോ. ഒരു തവണ ഇവിടെ അബോർഷൻ ചേർന്ന കേട്ടെ. അല്ലെങ്കിലുണ്ടല്ലോ ഇവിടുന്ന് പഠിക്കാനാന്ന് പറഞ്ഞ് പോകുന്ന മിക്ക പിള്ളേർ ഇതൊക്കെ തന്നെ പറയുന്നത്. ഇവിടുമാരെ കൂട്ടത്തിലുള്ള അവളോട് 10ാം ക്ലാസ് പഠിച്ച പിള്ളേർ അതുങ്ങൾ കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അവന്റെ കാര്യം ഒന്നും പറയാൻ ഇങ്ങനെ നശിച്ചു പോകുന്ന എന്തായാലും ഈ പിള്ളേർ. ഈ തലമുറ നശിച്ചു, കേരളം തന്നെ നശിച്ചു. ഇങ്ങനൊരു അവസ്ഥയിൽ ഈ നാടിന് എനിക്കറിയില്ല ഇതാ എവിടെ ചെന്ന് എത്തുന്നു. ഈ കേരളം അതെ. എത്ര ദിവസമായിട്ടാ പണിക്ക് പോയിട്ട്? നമ്മളിപ്പോ പണിക്ക് പോയിട്ട് ഒരു 5 വർഷമായില്ലേ. അല്ലെങ്കിൽ ഇവിടെ എന്ത് പണി ചെയ്യാന്? ഇവിടെയൊക്കെ പണി ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? കൂലിയില്ല. അതല്ലേ, രണ്ട് പെഗടിക്കാനുള്ള കാശുണ്ടാകത്തില്ല ഒരു പണിക്ക് പോയി. ഇന്നലെ ഞാനാണെങ്കിൽ സിനിമ കാണാൻ പൈസ ഇല്ലാഞ്ഞിട്ട് വല്യമ്മയുടെ ഉടുക്കോട്ടിരിച്ച് പടം കണ്ടത്. പടം വരുന്നുണ്ട്. എമ്പുരാൻ ടിക്കറ്റ് എടുക്കണം. എമ്പുരാൻ എന്തായാലും എങ്ങനെയും കാണുന്നത്. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും അല്ല കട്ടിട്ടോ കൊന്നിട്ടാണെങ്കിലും ഞാൻ എമ്പുരാൻ എന്തായാലും റിലീസിന് തന്നെ കാണും. പാട്ടായിട്ടായിരുന്നോ? ബിജു കാറ് മേടിച്ചോ? സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. കള്ളക്കടത്ത. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എന്താണെങ്കിലും കള്ളക്കടത്ത. അവന് കാറ് വഴിയാനുള്ള ഇതില്ല അവന്. വണ്ടി ആരാണോ ഈ കറങ്ങുന്നത്? ആർക്കറിയാം.
കനാലിൽ വെള്ളമില്ലല്ലോ ഇപ്പൊ. പണ്ടൊക്കെയാണ് കനാലിൽ വെള്ളം വരുമ്പോ നമ്മള് കുളിക്കണം ഇറങ്ങി. നല്ല തീട്ട വെള്ളം ഒഴുകി വരും. നമ്മളെ ട്യൂബ് ഒക്കെ ഇട്ടിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി താഴത്തെ തിട്ടേ പോയി അവിടെ ഇറങ്ങി തൂറാം. അവിടെ തന്നെ സൂപ്പറായിരുന്നു. എന്തൊരു മിസ് ചെയ്യുന്നു. കനാലി മുങ്ങി ഇങ്ങനെ ഞാനിങ്ങനെ പൊങ്ങി പിന്നെ തലയിലുണ്ട് കഞ്ഞി തീട്ടം. എന്ത് രസമാ. ഒരു പൈന്റ് എടുക്കാം അല്ലേ? എന്തായാലും ഒരു പൈന്റ് എടുത്തേക്കാം. പൈന്റ് അല്ലെങ്കിൽ ഒരു അരയാക്കടോ. ഇവനാണോ മറ്റവൻ? ഓ കണ്ടോ ഫുൾ ഗ്ലാസ് ഇട്ടിച്ചേക്കുന്നുണ്ടോ? മറ്റേ അവളുണ്ടോ അതിനകത്ത്? രണ്ടൂടെ കറങ്ങാൻ പോകും. എനിക്ക് മനസ്സിലാവുള്ളൂ. ഭയങ്കര കറക്കമാണ്. നിർത്തി മനസ്സിലായി. വന്നാ ഇട്ടിച്ചേക്കാം. ഒന്നും നോക്കണ്ട. ഇത് വേണ എന്ത് തടിയുടെ അവൻ കാര്യമായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അവളുണ്ട് കൂടെ. അവള് വന്നപ്പോ തന്നെ ഓടിക്കണം. കൂടെ അവളുണ്ട്. മനസ്സിലായോ? മിക്കവാറും ഇത് ഇവിടെ ഒരു പ്രശ്നമാകും. ഇത് സമ്മതിക്കില്ല. ഇവിടെ ഈ കാറ് കൊണ്ടുവന്നിട്ടുള്ള പരിപാടി ഇവിടെ നടക്കില്ല. നമ്മളത് പിടിക്കും. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കാറിൽ കയറിയുള്ള പരിപാടി ഇവിടെ നടക്കില്ല. ഈ നാട്ടിൽ നടക്കില്ല. ഇവിടെ നടക്കില്ല. ഇവിടെ നടക്കില്ല. അതുകൊണ്ട് സമയമില്ല. നമുക്ക് പോയി പിടിക്കാം. അവള് പോയാലോ? അവിടെ നിൽക്കുകയാണോ? അവള് പോയാലോ? അവനെയും കൂടെ കൂട്ടി പിടിക്കണം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ ഇന്നലെ പിടിച്ചിട്ടുള്ള ആര് ഇതിവിടെ നടക്കത്തില്ല. ഇത് ഈ കേരളത്തിൽ നടക്കുന്ന പരിപാടിയാണ്. ഇവിടെ നടക്കില്ല. എങ്ങനെ ശരിയാവുന്നത്? ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കില്ല. നമ്മുടെ നാട്ടിൽ ഈ പരിപാടി നടക്കില്ല. പതിപ്പിച്ചല്ലേ എങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. എന്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിഞ്ഞു നോക്കാം. ചെന്ന് നോക്കാം. പതുക്കെ നോക്കാം. പിടിക്കാൻ മതി. ലാസ്റ്റ് പിടിച്ചിട്ട് മനസ്സിലായി. അവസാനമാണ് പിടിച്ചാൽ മതി. അതാണ് ഇപ്പോഴേ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട. നീ പതുക്കെ നടക്കണം. ഞാൻ ഇതിലെ വരാം. താൻ ഇതിലെ ഈ മതിലടി താൻ അതിലെ വരാം. ഞാൻ ഇതിലെ വരാം. രണ്ടും റൗണ്ട് ഒരു കാര്യം ഒരു എടോ മനസ്സിലായോ? ഇല്ല. സത്യൻ്റെ ഇളയതാ. MDMA. അവൻ പോയടാ. ഇവനെവിടെ പോയടാ? ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ബ്യൂറോയിൻ്റെ അവിടെ എത്തും. വെറുതെയായി പോയി. പോയേക്കാം. പരിപാടി ഇല്ല. ഇരിക്കുക പരിപാടി. ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്നുള്ള പരിപാടി അവിടെ. അവനെ ഇനി ഇവിടെ വന്നാൽ നമ്മൾ ഇവനെ നല്ല അടി കൊടുക്കണം. അടിച്ച് അവൻ്റെ മുട്ടുകൾ തല്ലി പൊട്ടിക്കണം. അവനുണ്ടല്ലോ വിളയുന്നുണ്ട്. ഈ ഇവിടെ നടക്കില്ല. ഇനി നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് ചേരുന്നതാണോ അത്? നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് ഇത് ചേരുമോ? പെൺപിള്ളേരെ തെണ്ടി വൃത്തിയാട്ടാ. അവൻ രാവിലെ ഒരു പെണ്ണ്, വൈകിട്ട് വേറൊരു പെണ്ണ്. നീരി പറയട്ടെ. ഇത് നമ്മള് സാബുനെ വിളിക്കാം. ഈ സമയമാണ് നമ്മൾ സാബുനെ വിളിക്കട്ടെ. ഇത് പറ്റത്തില്ല. ഒരു മിനിറ്റ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇത് ഇനി ഇവിടെ വന്നാൽ നമ്മൾ പിന്നെ അടിച്ചവനെ റെഡിയാക്കും. സാബുനെ വിളിയടാ. ഹലോ സാബു, നീ എവിടെയാടാ? എടാ മറ്റവനില്ല. ഇവിടെ നമ്മളൊരു ചെറുക്കൻ ഇവിടെ വന്നു. നമ്മുടെ മറ്റേ സുമേഷ് സുജീഷ് അവന്റെ പേരെന്താന്ന് മറ്റേ ഒരു സെന്നിൽ വന്നവൻ. സെന്ന് കറുത്ത സെന്ന് അതിൽ വന്നവൻ. അവനെ ആ പെങ്കൊച്ചിനെ കൊണ്ട് വന്നു ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ഭയങ്കര പരിപാടിയാണ്. നമുക്ക് എന്തായാലും പലത്. അപ്പൊ എന്തായാലും ഇത്തവണ നമുക്ക് ഇനി വന്നവനെ നമുക്ക് പൊക്കണം. മനസ്സിലായോ?
ഒരു കാര്യം ചെയ്യ്. എന്താണ് ഇങ്ങനെ പൊക്കി പിടിച്ച് ചൊറിയാ? നീ വരുമ്പോ ഒരു അര മേടിച്ചോണ്ട് പോരെ. ഞാനും ബിജുണ്ട്. ഇത് മതി മിച്ചർ മേടിച്ചാൽ മതി. ഗ്ലാസ് ഇവിടെ പാലത്തിനടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. ഗ്ലാസ് പ്രശ്നമല്ല, അത് പാരമ്പര്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതല്ലേ, അതിവിടെ ഉണ്ട്. നീ മറ്റേ പറ, അവനോട് ബൈക്ക് എടുത്ത് വരുമ്പോൾ അവിടെ എങ്ങനെ അവനും അവളോട് ആ വഴി കറങ്ങി വരുവാണെങ്കിൽ വണ്ടി തടഞ്ഞു നോക്കണം. ഞങ്ങൾ ഈ വഴി കറങ്ങി അപ്പുറത്ത് വരാം. മനസ്സിലായോ? ഓക്കെടാ ബൈഡാ. താങ്ക് ഓക്കെ. സെറ്റല്ലേ? എല്ലാം സെറ്റാ. അര പറഞ്ഞിട്ടുണ്ട് ഹണീബി മതി. അതാകുമ്പോൾ ഹണീബേ പറ്റുള്ളൂ. തനിക്ക് മറ്റേ റമ്മ വേണമെന്നുണ്ടോ? റമ്മ വേണമെന്നുണ്ടെങ്കിൽ പറയണം. വണ്ടി അത് വല്ല കച്ചവടക്കാരും വല്ല ആയിരിക്കും. കർണയുടെ മോളാണോ? ജോലിയാ, ഗവൺമെന്റ് ജോലിയാ. എനിക്കാണെങ്കിൽ മറ്റേ ഈ അമ്പലത്തിലെ പള്ളിയിലെ പിരിവ് എടുക്കാനായിട്ട് എനിക്ക് കൊതി വന്നു വണ്ടി കടന്നിട്ടേ. എടാ അവിടെ നല്ല ജോലിയാണോ? ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഓ അതിൻ്റെയാണ് അവൾക്കൊരു തണ്ടുണ്ട് ഇപ്പോൾ. അവൾ ആ സ്കൂട്ടറിൽ നിന്ന് പോകണമെന്ന് പറയാം. അവൾക്ക് ഇച്ചിരി ആയിട്ടുണ്ട്, കുറച്ച് വയസ്സായപ്പോൾ ഉള്ളൊരു കാശിൻ്റെ ഒരു അവൾ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാര്യം ഞാൻ സാബു ഇപ്പോൾ വരും. നമുക്ക് ആ പട്ടിക്കിട്ട് ഒരു കല്ലെടുത്ത് എറിയിടും. പട്ടി പോട്ടെ.